പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ആരുടെയും കഥയല്ല, മറിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള പച്ച നിറമുള്ള ഒരു കൊച്ചു ഏലിയൻ കുട്ടിയുടെ കഥയാണ്. അവന്റെ പേരാണ് സൂച്ചു. വളരെ അകലെയുള്ള നീലയും പച്ചയും നിറങ്ങളിൽ തിളങ്ങുന്ന മിന്നി മിന്നി എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് സൂച്ചു ജീവിച്ചിരുന്നത്. സൂച്ചുവിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൗതുകം തോന്നും. രണ്ട് വലിയ വട്ടക്കണ്ണുകൾ, നെറ്റിക്ക് മുകളിൽ നീളമുള്ള രണ്ട് കൊമ്പുകൾ, പിന്നിൽ എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുവാല്, പിന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു സുന്ദരൻ പുഞ്ചിരി. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. നമ്മുടെ സൂച്ചു വലിയൊരു കുസൃതിക്കാരനായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ സൂച്ചുവിന്റെ തലയിൽ കുസൃതികൾ മാത്രമായിരിക്കും. അവന്റെ അച്ഛനും അമ്മയും എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഗ്രഹത്തിലെ മറ്റ് ഏലിയൻ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂച്ചു അവന്റെ കുഞ്ഞു പറക്കും തളിയിൽ കയറി അവർക്കിടയിലൂടെ വേഗത്തിൽ പറന്നു പോകും. കുസൃതി കണ്ട് മറ്റു കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. എപ്പോഴും ആളുകളെ പറ്റിക്കുന്നതും കളിപ്പിക്കുന്നതുമായിരുന്നു അവന്റെ വിനോദം. ഒരിക്കൽ സൂച്ചുവിന് വലിയൊരു ആഗ്രഹം തോന്നി. എപ്പോഴും സ്വന്തം ഗ്രഹത്തിൽ മാത്രം കുസൃതി കാണിച്ചാൽ പോരല്ലോ, മറ്റു ഗ്രഹങ്ങളിൽ പോയി ആരെങ്കിലും ഒക്കെ പറ്റിക്കണം. അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത സമയം നോക്കി സൂച്ചു രഹസ്യമായി വലിയൊരു പറക്കും തളികയുടെ താക്കോൽ കൈക്കലാക്കി. അത് അവന്റെ അച്ഛന്റെ സ്വന്തം പറക്കും തളികയായിരുന്നു. അതിന് നല്ല വേഗതയുണ്ടായിരുന്നു. സൂച്ചു പറക്കും തളയിൽ കയറി. ചുവപ്പും പച്ചയും ബട്ടണുകൾ മാറി മാറി ഞെക്കി. പെട്ടെന്ന് തന്നെ പറക്കും തളിക വലിയ ശബ്ദത്തോടെ ആകാശത്തേക്ക് ഉയർന്നു. സൂച്ചുവിന് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അവൻ അന്യഗ്രഹങ്ങളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കാറ്റിൽ പറന്നു നടന്നു. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ കടന്ന് അവൻ മുന്നോട്ട് പോയി. കുറെ ദൂരം പറന്നപ്പോൾ അവൻ ദൂരെ മനോഹരമായ ഒരു ഗ്രഹം കണ്ടു. നീല നിറത്തിൽ വെളുത്ത മേഘങ്ങൾ ചുറ്റപ്പെട്ട ആ ഗ്രഹം മറ്റൊന്നായിരുന്നില്ല, നമ്മുടെ ഭൂമിയായിരുന്നു. ഭൂമി കണ്ടപ്പോൾ തന്നെ സൂച്ചുവിന്റെ ഉള്ളിലെ കുസൃതി ഉണർന്നു. ഇങ്ങോട്ട് തന്നെ പോകാം എന്ന് അവൻ ഉറപ്പിച്ചു. പറക്കും തളിക താഴേക്ക് തിരിച്ചു. ഭൂമിയിലെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് സോച്ചു വന്നിറങ്ങിയത്. അവിടെ ധാരാളം വലിയ മരങ്ങളും പൂക്കളും കാടും ഒരു ചെറിയ പുഴയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു വലിയ കാടിന്റെ നടുവിൽ സോച്ചു തന്റെ പറക്കും തളിക നിർത്തിയിട്ടു. അതിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങി. പുതിയ മണ്ണും പൂക്കളുടെ മണവും ഒക്കെ സോച്ചുവിന് വളരെ പുതുമയുള്ളതായി തോന്നി. അങ്ങനെ നടക്കുമ്പോൾ അവൻ മരത്തിനു മുകളിലിരിക്കുന്ന ഒരു കൂട്ടം കുരങ്ങന്മാരെ കണ്ടു. കുരങ്ങന്മാർ വാഴപ്പഴം തിന്നുകയായിരുന്നു. സോച്ചുവിന് വീണ്ടും കുസൃതി മൂത്തു. അവൻ ഒട്ടും വൈകിയില്ല. തന്റെ പച്ച നിറമുള്ള വിരലുകൾ നീട്ടി ഒരു പ്രത്യേക വിസിലടിച്ച് കുരങ്ങന്മാരുടെ ശ്രദ്ധ തിരിച്ചു. എന്നിട്ട് അവൻ അപ്രത്യക്ഷനാകുന്ന അവന്റെ ഗ്രഹത്തിലെ ഒരു വിദ്യ പ്രയോഗിച്ചു. സോച്ചുവിനെ കാണാതായപ്പോൾ കുരങ്ങന്മാർ അത്ഭുതത്തോടെ തല ചൊറിഞ്ഞു നിന്നു. ഈ സമയം കൊണ്ട് സോച്ചു കുരങ്ങന്മാരുടെ കയ്യിലുണ്ടായിരുന്ന വാഴപ്പഴങ്ങൾ എല്ലാം തട്ടിയെടുത്ത് മരത്തിന് മുകളിൽ കയറി. വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കുരങ്ങന്മാരെ നോക്കി കിന്നാരം കാട്ടി അവൻ പഴങ്ങൾ ഓരോന്നായി തിന്നാൻ തുടങ്ങി. പാവം കുരങ്ങന്മാർക്ക് ദേഷ്യവും വിഷമവും വന്നു. അവർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. സോച്ചു ഉച്ചത്തിൽ ചിരിച്ചു. താൻ വലിയ മിടുക്കനാണെന്ന് അവൻ സ്വയം വിചാരിച്ചു. അവിടെ നിന്നും സോച്ചു പതുക്കെ നടന്ന് ഗ്രാമത്തിലെ ഒരു കൊച്ചു സ്കൂളിന്റെ അടുത്തെത്തി. അപ്പോൾ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുടെ വസ്ത്രങ്ങളും കളികളും ഒക്കെ കണ്ടപ്പോൾ സോച്ചുവിന് വളരെയധികം കൗതുകമായി. പക്ഷേ അവൻ നേരെ അവിടെ പോയില്ല. അവൻ മരങ്ങളുടെ മറവിൽ ഒളിച്ചു നിന്നു. കുട്ടികളുടെ ഫുട്ബോൾ കളി നടക്കുമ്പോഴാണ് സോച്ചു അടുത്ത കുസൃതി പ്രയോഗിച്ചത്. കളിക്കാർ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ നോക്കുമ്പോഴെല്ലാം സോച്ചു മാന്ത്രിക വിരലുകൾ കൊണ്ട് ബോളിന്റെ ദിശ മാറ്റിവിടും. അടിക്കുന്ന ബോൾ നേരെ പോയി മരത്തിലും കുറ്റിക്കാട്ടിലും ഒക്കെ വീഴും. കുട്ടികൾ വിചാരിച്ചു കാറ്റടിച്ചിട്ടാണ് ഇത് അങ്ങനെ പോയതെന്ന്. അവർക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സോച്ചു മരത്തിന് പിന്നിൽ നിന്നും പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ ഓരോരുത്തരെയായി പറ്റിച്ച് നടന്ന സോച്ചുവിന് പെട്ടെന്ന് വലിയൊരു അബദ്ധം പറ്റി. അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വലിയ തേനീച്ചക്കൂട് അവനത് ശ്രദ്ധിച്ചതേയില്ല. അടുത്തുള്ള പൂന്തോട്ടത്തിലെ ഒരു വലിയ പൂവ് പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവൻ അറിയാതെ തേനീച്ചക്കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞു പോയി. പെട്ടെന്ന് തന്നെ പതിനായിരക്കണക്കിന് തേനീച്ചകൾ ഭയങ്കര ശബ്ദത്തോടു കൂടി പുറത്തു വന്നു. അവ സോച്ചുവിനെ ചുറ്റും പറക്കാൻ തുടങ്ങി. സോച്ചു ഭയന്നുപോയി. മിന്നി മിന്നി ഗ്രാമത്തിൽ ഇതുപോലത്തെ ജീവികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തേനീച്ചകൾ അവന്റെ കൊമ്പിലും കുഞ്ഞു വാലിലുമൊക്കെ കുത്താൻ തുടങ്ങി.
അയ്യോ അമ്മേ രക്ഷിക്കണേ എന്ന് സോച്ചു അവന്റെ ഭാഷയിൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. പക്ഷെ തേനീച്ചകൾ അവനെ വിടാതെ പിന്തുടർന്നു. ഓടി ഓടി അവൻ എത്തിയത് നേരത്തെ അവൻ ഫുട്ബോൾ കളി തടസ്സപ്പെടുത്തിയ കുട്ടികളുടെ മുന്നിലായിരുന്നു. ഭയന്നു വിറച്ച് വാലുമടക്കി ഓടി വരുന്ന ആ കൊച്ചു പച്ച ഏലിയനെയും അവന്റെ പിന്നാലെ വരുന്ന തേനീച്ച കൂട്ടത്തെയും കണ്ട കുട്ടികൾ ആദ്യം ഒന്ന് ഞെട്ടി. എങ്കിലും അവർ ഒട്ടും ഭയന്നില്ല. അവർക്ക് ആ പച്ച ഏലിയൻ കുട്ടിയെ കണ്ടപ്പോൾ വലിയ പാപം തോന്നി. പെട്ടെന്ന് തന്നെ രാഹുൽ എന്ന സമർത്ഥനായ ഒരു കുട്ടി അടുത്തുണ്ടായിരുന്ന വലിയൊരു ചാക്കെടുത്ത് സോച്ചുവിന്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് എല്ലാവരും കൂടി സോച്ചുവിനെ താങ്ങി പിടിച്ച് അടുത്തുള്ള ഒരു ചെറിയ കുളത്തിലേക്ക് ചാടി. എല്ലാവരും വെള്ളത്തിൽ മുങ്ങി നിന്നു. സോച്ചുവിനെ കടിച്ചു കുടയാൻ വന്ന തേനീച്ചകൾ വെള്ളത്തിന് മുകളിൽ കുറേ സമയം കറങ്ങി നടന്നിട്ട് തിരികെ പോയി. കാരണം സോച്ചു വെള്ളത്തിലാണുള്ളത്. തേനീച്ചകൾ പോയെന്ന് ഉറപ്പായപ്പോൾ കുട്ടികളും സോച്ചുവും കുളത്തിൽ നിന്നും പുറത്തിറങ്ങി. സോച്ചു പാവത്താനെ പോലെ തണുത്ത് വിറച്ചു നിൽക്കുകയായിരുന്നു. അവന്റെ കൊമ്പിലും കണ്ണുകൾക്ക് താഴെയും തേനീച്ച കുത്തിയത് കൊണ്ട് നീര് വന്ന് വീങ്ങിയിരുന്നു. അവൻ ഭയം കാരണം വളരെ പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മു എന്ന കൊച്ചു പെൺകുട്ടി തന്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ ക്രീം എടുത്ത് സോച്ചുവിന്റെ മുറിവിൽ പതുക്കെ പുരട്ടി കൊടുത്തു. മറ്റൊരു കുട്ടി തനിക്ക് കഴിക്കാൻ അമ്മ കൊടുത്തുവിട്ട മധുരമുള്ളൊരു ആപ്പിൾ സോച്ചുവിന് നേരെ നീട്ടി. സോച്ചു അത്ഭുതത്തോടെ അവരെ നോക്കി. താൻ കുറച്ചു മുമ്പ് ഇവരുടെ കളി പാഴാക്കി, കുരങ്ങന്മാരുടെ പഴം തട്ടിയെടുത്തു, എല്ലാവരെയും പറ്റിച്ചു. എന്നിട്ടും ഈ മനുഷ്യക്കുട്ടികൾ തന്നെ ശിക്ഷിക്കുന്നതിന് പകരം സഹായിക്കുകയാണ് ചെയ്യുന്നത്. സോച്ചുവിന്റെ കുഞ്ഞു ഹൃദയത്തിൽ വലിയൊരു കുറ്റബോധം തോന്നി. അവന്റെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ താഴേക്ക് വീണു. സോച്ചു പതുക്കെ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരു കൊച്ചു നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശം വായുവിലുണ്ടാക്കി കുട്ടികൾക്ക് കാട്ടിക്കൊടുത്തു. കുട്ടികൾ സന്തോഷത്തോടെ കൈയടിച്ചു. അവൻ വിരലുകൾ കൊണ്ട് പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കി അവരെ ചിരിപ്പിച്ചു. അങ്ങനെ അവർ വലിയ കൂട്ടുകാരായി മാറി. സോച്ചു കുട്ടികളോട് തന്റെ കഥ പറഞ്ഞു. താൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്നതാണെന്നും കുസൃതി കാണിച്ച് വീട്ടിൽ നിന്നും ഓടിപ്പോന്നതാണെന്നും അവൻ അവരെ മനസ്സിലാക്കി. വികൃതി കാണിക്കുന്നത് നല്ലതല്ലെന്നും അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുമെന്നും സോച്ചുവിന് അപ്പോൾ പൂർണ്ണമായും ബോധ്യമായി മനസ്സിലായി. വൈകുന്നേരമാകാൻ തുടങ്ങി. ആകാശത്ത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ സോച്ചുവിന് തന്റെ വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം തോന്നി. അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കാണാൻ അവന് വലിയ തിടുക്കമായി. അവൻ കുട്ടികളോട് യാത്ര പറയാനായി കാട്ടിലെ തന്റെ പറക്കുംതളിയുടെ അടുത്തേക്ക് നടന്നു. കുട്ടികളും അവനോടൊപ്പം വന്നു. സോച്ചു കുട്ടികളെ ഓരോരുത്തരെയായി കെട്ടിപ്പിടിച്ചു. താൻ ചെയ്ത കുസൃതികൾക്കെല്ലാം അവരോട് മാപ്പ് ചോദിച്ചു. ഇനി മേലാൽ ആരോടും ദുഷ്ടതരമോ കുസൃതിയോ വികൃതിയോ കാണിക്കില്ലെന്ന്, നല്ല കുട്ടിയായി ജീവിക്കുമെന്നും അവൻ അവർക്ക് വാക്കുകൊടുത്തു. സോച്ചു തന്റെ ഗ്രാമത്തിൽ നിന്നും കൊണ്ടുവന്ന തിളങ്ങുന്ന കുഞ്ഞു കല്ലുകൾ കുട്ടികൾക്ക് സമ്മാനമായി കൊടുത്തു. കുട്ടികൾക്ക് വളരെ സന്തോഷമായി. കുട്ടികൾ പകരം സോച്ചുവിന് കഴിക്കാൻ ധാരാളം ആപ്പിളും കളിക്കാൻ ഒരു കുഞ്ഞു ഫുട്ബോളും കൊടുത്തു. സോച്ചുവിനും സന്തോഷമായി. സോച്ചു സന്തോഷത്തോടെ പറക്കും തളിയിൽ കയറിയിരുന്നു. കുട്ടികൾ താഴെ നിന്ന് ടാറ്റ പറഞ്ഞു. പറക്കും തളിക വീണ്ടും ആകാശത്തിലേക്ക് ഉയർന്നു. സോച്ചു ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. തന്റെ പുതിയ കൂട്ടുകാർക്ക് കൈവീശി കാണിച്ചു. സോച്ചു തന്റെ സ്വന്തം ഗ്രാമമായ മിന്നിമിന്നിയിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയതും അവൻ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അനുവാദമില്ലാതെ പറക്കും തളിക എടുത്തതിനും വീട്ടിൽ പറയാതെ പോയതിനുമെല്ലാം മാപ്പ് പറഞ്ഞു. ഭൂമിയിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളും അവിടെയുള്ള കുട്ടികൾ തന്നെ എങ്ങനെ രക്ഷിച്ചുവെന്നും അവൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. സോച്ചുവിന്റെ മാറ്റം കണ്ട് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി. അന്നു മുതൽ സോച്ചു പഴയ കുസൃതിക്കാരൻ സോച്ചു അല്ലാതായി. അവൻ എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നല്ല ഏലിയൻ കുട്ടിയായി മാറി. കണ്ടോ കൂട്ടുകാരെ, സോച്ചുവിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മളും ഇതുപോലെ കുസൃതികളും വികൃതികളും കാണിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കുട്ടിയായി വേണം വളരാൻ. അപ്പോൾ നമുക്കും ഇതുപോലെ നല്ല കൂട്ടുകാരെ കിട്ടും. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു മനോഹരമായ കഥകളുമായി വീണ്ടും കാണാം. ബൈ ബൈ. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.